പോളോ ഫുൾ ലോൺ തരാൻ പറ്റുമോ? ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കിട്ടുന്ന നേരം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ട് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ? അങ്ങനെയല്ല, നല്ല കിഡിലെ വണ്ടിയാണ്. വാറന്റി കൊടുക്കാൻ പറ്റും കിഡിലെ വണ്ടിയെ കൂടി 6 മാസം വാറന്റി കൊടുക്കാം. എക്കണോമി സ്പോർട്സ് 3 മോഡ് വരുന്നുണ്ട്. മോഡ് അടക്കം വരുന്ന വണ്ടിയാണ്. എടുക്കുന്ന ആൾക്ക് എന്തായാലും വാല്യൂ ഫോർ മണി ആണത്. 20 മൈലേജ് കിട്ടിയാൽ തന്നെ വണ്ടി പക്കല്ലേ. ചെറിയ പൈസ ഓട്ടോമാറ്റിക് വണ്ടിയാണ് എന്നുള്ളൊരു ഹൈലൈറ്റ് ഉണ്ട്. കാരണം 2018 ഇപ്പോൾ ഒരു ഓട്ടോ കേട്ടനൊക്കെ നോക്കുകയാണെങ്കിൽ ഈ റേറ്റിൽ നിൽക്കില്ല. ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ഫുൾ ലോണിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ പിന്നെ 5 വർഷം നോക്കണ്ട. 90-95 രൂപയ്ക്ക് നമുക്ക് 5 കൊല്ലത്തെ പേപ്പർ എടുത്ത് കൊണ്ടിറക്കാൻ പറ്റുന്ന വണ്ടി. വിറ്റ് പോകുന്നില്ലല്ലോ. വിറ്റ് ആൾക്കാർ വന്നപ്പോ കൊടുക്കും. പോരാ, ഇപ്പൊ സമയം ഫെബ്രുവരി 22, 3:45 ഇതുവരെ വണ്ടി വിറ്റ് പോയിട്ടില്ല. 4 ലക്ഷം വരെ ലോൺ കയറും. നല്ല റേറ്റ് ഗ്യാപ്പ് ഉണ്ട്. നല്ല ഗ്യാപ്പുള്ള വണ്ടിയാ. ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. IMT ട്രാൻസ്മിഷൻ ഓഫ് ആവൂല, ധൈര്യത്തിൽ കൊണ്ടിറക്കാം. എന്താ പ്രശ്നം? ഓഫ് ആവാൻ വേണ്ടി വണ്ടിക്ക് ക്ലച്ച് ഇല്ല. എല്ലാവർക്കും പേടിയുള്ള സംഭവമാണ്. ബ്ലോക്കിലൊക്കെ പക്ഷേ ചവിട്ടണ്ട. ഓഫറിനകത്തുള്ള ഫസ്റ്റത്തെ വണ്ടി വാഗണർ 2013 മോഡല് K സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നത്. ഓണർഷിപ്പ് എത്ര വരുന്നത്? ഫസ്റ്റ് സെക്കൻഡ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1 lakh. കമ്പനി ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററിയുള്ള വണ്ടിയാ. LXI ആണ്. ബേസ് മോഡൽ. AC പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും. ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നത്. ഫ്രണ്ടിൽ മാത്രമാണ് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് JVCന്റെ സ്റ്റീരിയോ ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 4 ടയറും അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. 80% എബോവ് തന്നെ ടയേഴ്സ് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. റേറ്റ് എത്ര ചോദിക്കുന്നത്? 2013 വാഗണറിന് 240. 240 ആണ് ചോദിക്കുന്നത്. അതിൽ നമുക്ക് എന്തായാലും നോക്കി ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ 15 റേഞ്ചിൽ മൈലേജ് കിട്ടും. നമസ്കാരം, ഞാൻ അബി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കയ്യിലുള്ളത് ഓഫറുകളാണ്. ഇവിടെയുള്ള ഏകദേശം വണ്ടികളുടെയൊക്കെ നോട്ട് ചെയ്ത പ്രൈസ് ലിസ്റ്റാണ്. 40,000 രൂപ വരെ ഡിസ്കൗണ്ടുള്ള വണ്ടികളുണ്ട്. i20ക്കാണ് 40,000 രൂപ റേറ്റ് കുറച്ചിട്ടുള്ളത്. കമ്പനി വാറണ്ടി അടക്കം വരുന്ന വണ്ടിയാണ്. 6 മാസം മുതൽ 5 വർഷത്തോളം വരെ വാറണ്ടി കിട്ടുന്ന വണ്ടികൾ. അതേപോലെ തന്നെ 3 ഫ്രീ സർവീസ്, ഓരോ സർവീസിനും 5,000 രൂപയ്ക്ക് അടുത്ത് റേറ്റ് വരുന്നുണ്ടാവും. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്. ക്യാഷ് ബാക്ക് കിട്ടുന്ന വണ്ടികൾ കണ്ടിട്ടില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ അത്യാവശ്യം വില നല്ല കുറവുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ കോഴിക്കോട് AM മോട്ടോഴ്സ് ഒരുക്കുന്ന മെഗാ മേളേൻ്റെ അകത്തുള്ളതാണ്. ലൊക്കേഷൻ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ രാമനാട്ടുകര ഓവർ ബ്രിഡ്ജിൻ്റെ എൻഡിങ് പോയിന്റ് ആണ്. ചമ്മലിൽ പള്ളിക്ക് സമീപമുള്ള നിസരി ജംഗ്ഷൻ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. ഭാവിയിൽ AM മോട്ടോഴ്സിൻ്റെ യാർഡാവാൻ പോകുന്ന സ്ഥലമാണ്. ഇവിടെ വെച്ചിട്ടാണ് ഇവർ മേള കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കുള്ള ഓരോ വണ്ടിയും പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 100K ആവുന്നേരം 100K സബ്സ്ക്രൈബേഴ്സ് ആവുന്നേരം ഒരു കാർ ഗിവ് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. പങ്കെടുക്കേണ്ടവർക്ക് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ചെയ്യാവുന്നതാണ്. വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, വീഡിയോയിൽ കാണിക്കുന്ന വണ്ടികൾ 3 ദിവസം ഇവിടെ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ വിളിക്കേണ്ടവർ വിളിച്ചോളൂ. പെട്ടെന്ന് തന്നെ വണ്ടി ചെക്ക് ചെയ്യേണ്ടവർ ചെക്ക് ചെയ്തോളൂ. കാരണം വില കുറവുള്ള വണ്ടികൾ പെട്ടെന്ന് തന്നെ പോകാൻ സാധ്യതയുണ്ട്. വെറുതെ പറയാറില്ലെന്ന് വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം. അപ്പോൾ വേറെ വണ്ടി വിശേഷങ്ങളിലേക്ക്. ലോ ബഡ്ജറ്റിൽ വരുന്ന സാൻഡ്രോ ആണ്. 2008 അല്ല 9 മോഡല്. 2009 മോഡലാണ്. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 85,000 ആ റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. വണ്ടിക്ക് റേറ്റ് എത്ര വരുന്നത്? ഇത് നമുക്ക് 78 കൊടുക്കാം. 78 ഫൈനലാ? ചെറിയ മാറ്റൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു കസ്റ്റമർ റിന്യൂവൽ എടുക്കുകയാണെങ്കിൽ 90 ആ റേഞ്ചിലാവുള്ളൂ. എത്ര? ഒരു 90-95 രൂപ റേഞ്ചിൽ റിന്യൂവൽ എടുത്തു കഴിഞ്ഞാൽ 5 കൊല്ലത്തെ പേപ്പറിലായിട്ട് സുഖമായിട്ട് കൊണ്ടിറക്കാൻ പറ്റുന്ന വണ്ടി. ഓക്കെ, ഇപ്പുറത്ത് രൂപയ്ക്കോ? ബാക്കിൽ ഫ്ലക്സ് ബോർഡൊക്കെ വെച്ചിട്ട് വണ്ടിയുടെ ബാക്ക് കാണുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഫോട്ടോസൊക്കെ ചോദിച്ചാൽ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം 90 രൂപ റേഞ്ചിൽ 2009 റിന്യൂവൽ കഴിഞ്ഞിട്ടുള്ള വണ്ടിക്ക് റേറ്റ് ഫൈനൽ വരുന്നുണ്ടോ കസ്റ്റമർക്ക്? നിങ്ങൾക്ക് 78 രൂപയാണ് ഫൈനൽ ഇവിടെ കിട്ടിയാൽ നമുക്ക് കൊടുക്കാം. ഇനി 2009 സാൻഡ്രോ GL ആണോ GLS ആണ്? GLS ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവും. ഈ ഫീച്ചേഴ്സ് എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ്, കുഴപ്പമൊന്നുമില്ല. ലോ ബഡ്ജറ്റ് വണ്ടിയെ കൂടെ പണിയൊന്നുമില്ല. ഇവരുടെ റിന്യൂവലിന്റെ പണിയുള്ളൂ. അത് ചെറിയൊരു പണിയാണ്. എന്നാലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ 5 വർഷം നോക്കണ്ട. 90-95 രൂപയ്ക്ക് നമുക്ക് 5 കൊല്ലത്തെ പേപ്പർ എടുത്ത് കൊണ്ടിറക്കാൻ പറ്റുന്ന വണ്ടി. ഓക്കെ, സാൻഡ്രോ 2021 നമുക്ക് മാക്സിമം ഫുൾ ഓണിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. സാൻഡ്രോ 2021 പറയുന്ന നേരം ഇറ ഉണ്ട്, സ്പോർട്സ് ആണ്. ഫീച്ചർ സൈഡിൽ പവർ വിൻഡോസ്, 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, നോർമൽ എല്ലാ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ. അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. 19 എയർ ബാഗ് വരുന്നില്ലേ? ഒരു എയർ ബാഗും വരുന്നുണ്ടാവും അല്ലേ? അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്.
റേറ്റ് എത്ര വരുന്നത്? ഇത് നമുക്ക് 4 ലക്ഷത്തിന് കൊടുക്കാം. 4 ലക്ഷത്തിന് കൊടുക്കാൻ വേണ്ടി പറ്റും. എന്തെങ്കിലും ഉണ്ടോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 48,000 ഓടിയിട്ടുള്ളൂ. 48,000 ഓടി വണ്ടിക്ക് ശരിക്കും 2021 സ്പോർട്സ് ഇതല്ല റേറ്റ് വരാറുള്ളത്. റേറ്റ് കുറവാണ്. വർക്കുള്ളൂ, ഒരു വർക്കില്ല, ക്ലീൻ പീസ് വണ്ടി. ഓഫർ റേറ്റ് ആണ് ഉള്ളതല്ലേ? കൊടുക്കാം. കൺഫേം അല്ലേ? ഓ ഓക്കെ. ഇനി വണ്ടി വരുമ്പോഴത്തേക്കും വിറ്റ് പോകുന്നില്ലല്ലോ? വിറ്റ് ആൾക്കാർ വന്നപ്പോ കൊടുക്കും. പോരാ. ഇപ്പൊ സമയം ഫെബ്രുവരി 22, 3:45 ഇതുവരെ വണ്ടി വിറ്റ് പോയിട്ടില്ല. 4 ലക്ഷം വരെ ലോണ് കയറും. നല്ല റേറ്റ് ഗ്യാപ്പ് ഉണ്ട്. നല്ല ഗ്യാപ്പുള്ള വണ്ടിയാ ഉണ്ട്. കൊടുക്കാം നമുക്ക്. ആയിക്കോട്ടെ. അതിന്റെ അടുത്തത് ഇത് 2019 മോഡൽ വാഗണർ VXI. KL77 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. പേരാമ്പ്ര. വാഗണർ ZXI അല്ലല്ലോ? അല്ലല്ല, VXI ആണ്. alloy വീൽസ് കൊടുത്തിട്ടുണ്ട്. വണ്ടി ലോക്കാണ്. VXI എന്ന് പറയുന്നത് 1 ലിറ്ററിലും വരുന്നുണ്ട്, 1.2ലും വരുന്നുണ്ട്. 1 ലിറ്റർ ആണ്. 1 ലിറ്റർ 15 റേഞ്ചിൽ നമ്മളെ സെയിം K സീരീസ് എഞ്ചിൻ തന്നെയല്ലേ വരിക? മൈലേജ് കിട്ടുന്നത് മൈലേജുള്ള എഞ്ചിനാണ്. ആഫ്റ്റർ മാർക്കറ്റ് ആണ്, പക്ഷേ കമ്പനി alloys തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കിലോമീറ്റർ എത്രയാണ് ഓടിയിട്ടുള്ളത്? 77,000. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? നമുക്ക് 460 കൊടുക്കാം. 460 ഇനി കുറയൂലേ? നമുക്ക് ചെറിയ എന്തൊക്കെ ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. ഫുൾ ലോൺ കയറുന്ന രീതിയിലാണ്. ഫുൾ ലോൺ തന്നെയാണ് കിട്ടുന്നുണ്ടാവുക. 5 lakhന്റെ മുകളിൽ മാർക്കറ്റിലെ വണ്ടിയാ. അതെ, പക്ഷേ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയത്തക്ക രീതിയിൽ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. മേജർ അല്ല, വാറന്റി ഉള്ള വണ്ടിയാണ്. നമുക്ക് 6 മാസം വാറന്റി കൊടുക്കാൻ പറ്റും. 6 മാസം വാറന്റി കിട്ടുന്നുണ്ടോ? 3 ഫ്രീ സർവീസും കൊടുക്കാം. ഒരു ഫ്രീ സർവീസിന് 4,500-5,000 വരെ കോസ്റ്റ് വരുന്ന 15,000 രൂപ അടുത്തുള്ള ബെനിഫിറ്റ് കസ്റ്റമർക്ക് കിട്ടുന്നുണ്ട്. റീപ്ലേസ് ബോണറ്റ് പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചറൽ ഡാമേജസും ഒന്നുമില്ല. അങ്ങനത്തെ വണ്ടികൾ നമുക്ക് മാരുതി വാറന്റി ഓൾ ഇന്ത്യ എവിടുന്ന് മാരുതിയിൽ വാറന്റി കിട്ടില്ല. സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ട്, വാറന്റി കിട്ടില്ല, പറയാൻ പറ്റുമോ? ഓക്കെ, അത്യാവശ്യം നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. എടുക്കുന്ന ആക്കിന് എന്തെങ്കിലും വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ മാറി വെച്ച വണ്ടിയാണ്. എടുത്ത് ഓടിച്ചാൽ മാത്രം മതി. ശരി. പെട്രോൾ അടിക്കണല്ലേ? ഓ, പെട്രോൾ അടിക്കും. ഇയോൺ ആണ്. 800 cc ആണോ 1000 cc ആണോ? 800 cc. മോഡൽ വരുന്നത് 2014 എറാ പ്ലസ്. എറാ പ്ലസ് എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ, പവർ വിൻഡോസ് ഫീച്ചർ, സ്റ്റീരിയോ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര വരുന്ന വണ്ടി? സിംഗിൾ ഓണറാ. കിലോമീറ്റർ 86,000 കിലോമീറ്റർ. 2016 കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഫുള്ള് സർവീസസ് ഉള്ള വണ്ടിയാ. ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ട്? ലോൺ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 14 അല്ലേ? റേറ്റ് എത്ര വരുന്നത്? ഇത് 1.78. 1.78 2014 ഇയോണ്. ഫൈനൽ റേറ്റ് അല്ലല്ലോ? ചെറിയ എന്താ മാറ്റൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി എങ്ങോട്ടാ കുറയ്ക്കാനുള്ള മാക്സിമം ഓഫർ അല്ലേ? അങ്ങനെ പറയരുത്. നമുക്ക് മാക്സിമം റേറ്റ് ഇനി കുറയ്ക്കുന്നത് നമുക്കൊരു പ്രോത്സാഹന വീഡിയോ മോട്ടിവേഷൻ ആണ്. ഓ, ചെയ്ത് കൊടുക്കാം. അടുത്തത് 2015 ഇറ മാഗ്ന ഡിലൈറ്റ്. മാഗ്നയാണ്. മാഗ്നയിൽ സ്റ്റീരിയോ വരുന്നുണ്ടാവും. റൂഫ് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അത് RC ചെയ്തിട്ടുണ്ടോ? ഡ്യുവൽ ടോൺ ചെയ്തിട്ടില്ല. RC മാറുമ്പോൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അത്യാവശ്യം ടയേഴ്സ് കാണുന്നുണ്ട്. ഫീച്ചർ സൈഡിൽ മുന്നേ കണ്ട നമ്മൾ ഇയോണിനെ പോലെ തന്നെ ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. സീറ്റ് കവർ സ്റ്റീരിയോ ഉണ്ടോ? സീറ്റ് കവറും വേറെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ, സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നല്ല വണ്ടിയാ. കിലോമീറ്റർ 60. ഈ 2 ഇയോണിന് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, റീപ്ലേസ് ഇല്ല. രണ്ടിനും റീപ്ലേസ് ഇല്ല. 2015 ഇയോണിന് റേറ്റ് 2.10. ലോണൊക്കെ ഏകദേശം എത്ര കിട്ടും? മാക്സിമം ലോണ്. ഫുൾ ലോൺ എന്ന് പറയാൻ പറ്റുമോ? ഫുൾ ലോണിന്റെ അടുത്താ നമുക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാം. എന്തായാലും 2015 2.10 ലോൺ കയറുമോ? 2.10 കിട്ടും. നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഒരു വർഷത്തേക്ക് നമ്മൾ 3 വർഷത്തേക്ക് 1 ലക്ഷം രൂപ 3 വർഷത്തേക്ക് ലോൺ എടുക്കുന്ന നേരം എത്രത്തോളം EMI ഒക്കെ വരുന്നുണ്ട്? 1 lakhന് ഏകദേശം ഒരു 1 lakhന് വരുമ്പോൾ 3 yearsന് 9% ഇൻട്രസ്റ്റ് നോർമലി വരും. പിന്നെ കസ്റ്റമർ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഓരോ ഫിനാൻസ് കമ്പനിക്ക് കൊടുക്കുന്ന അനുസരിച്ചിട്ട് HDFC ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. 8.6 7.7 ചെയ്യുന്നുണ്ട്. അത് കസ്റ്റമർ പ്രൊഫൈലൂടെ വേണം. നല്ല പ്രൊഫൈലിലെ കസ്റ്റമർക്ക് മാത്രം. ശരി. ഈ 2 ഇയോണുകൾക്ക് ഇപ്പൊ എടുക്കുന്ന ആൾക്ക് വർക്ക് എന്താ ചെയ്യാനുണ്ടോ? വർക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. നല്ല വണ്ടികളാണ്. രണ്ടിനും ടയർ അത്യാവശ്യം നല്ലപോലെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ എന്തെങ്കിലും വർക്ക് നമ്മൾ കാണാത്ത വർക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾ കണ്ടത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇതിന് സൈലൻസറിന് ചെറിയ സൗണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ വണ്ടി വൈറ്റ് വണ്ടിക്ക് സൈലൻസറിന് ചെറിയൊരു സൗണ്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. അത് വെൽഡ് ചെയ്താൽ മതി. ശരി. ഇത് പോളോ ആണ്. ഡീറ്റെയിൽ എങ്ങനെയാ? ഇത് ഫുൾ ഓപ്ഷൻ 2017 മോഡല്. ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈലൈൻ ആണ്. 1 ലിറ്റർ ആണ്, 1.2 ആണ്, 1.5 ആണ്. ഇതിൽ ഏതാണ്? 1.2.
1.2 എന്ന് പറയുന്നത് പെട്രോളാണ്. MPI സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ എത്ര ഉണ്ട്? 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല, ക്ലീൻ വണ്ടി. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വാറണ്ടി ഗ്യാരണ്ടി എന്തെങ്കിലും? ഒരു 6 മാസം വാറണ്ടി കൊടുക്കാം. 6 മാസം വാറണ്ടി കിട്ടുന്നുണ്ടാവും. 2017 പോളോ ഹൈലൈൻ റേറ്റ് എത്രയാണ് വരുന്നത്? 6.15 പോളോന് റേറ്റ്. അതേസമയത്ത് ലോണ് ഫുൾ ലോൺ നമുക്ക് നോക്കാം. നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. അല്ലാത്തവരാണെങ്കിൽ ചെറിയ എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? ഒരു 10-50 രൂപ ഡൗൺ പേയ്മെന്റ് എടുത്ത് സുഖമായിട്ട് ഇറക്കി കൊടുക്കാം. ഡൗൺ പേയ്മെന്റിൽ പോളോ ഇറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് എടുക്കുന്ന എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാ. 2018 കിഡ് ഓട്ടോമാറ്റിക്. 1 ലിറ്ററിലായിരിക്കും ഓട്ടോമാറ്റിക്. 1 ലിറ്റർ ആയില്ല, 80 ആയിരിക്കും ട്രാൻസ്മിഷൻ വരുന്നുണ്ടാവുക. 4 ടയർ അത്യാവശ്യം നല്ലപോലെ കാണുന്നുണ്ട്. വണ്ടി ലോക്കാണ്, തുറന്നാൽ കിട്ടൂല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിളാ. 1000 cc കിഡ് 80 ട്രാൻസ്മിഷൻ വരുന്നതിന് 13 റേഞ്ചിൽ മൈലേജ് കിട്ടില്ലേ? ഓ കിട്ടും തീർച്ചയായും. RHT എന്നുള്ള 2018 RHT ഫുൾ ഓപ്ഷൻ എയർ ബാഗ് വരുന്നില്ലേ? എയർ ബാഗ് വരുന്നുണ്ട്. ഒരു എയർ ബാഗ് വരുന്നുണ്ടാവും. സിംഗിൾ എയർ ബാഗ്. 2 പവർ വിൻഡോസും വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ. ഇനി കിഡിന്റെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ചെറിയ പൈസക്ക് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നല്ലൊരു ഹൈലൈറ്റ് ഉണ്ട്. കാരണം 2018 ഇപ്പോൾ ഒരു ഓട്ടോ കേട്ടനൊക്കെ നോക്കുകയാണെങ്കിൽ ഈ റേറ്റിൽ നിൽക്കില്ല. ലോൺ എത്ര കിട്ടുന്നുണ്ടാവും? ഫുൾ ലോണിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. കിഡിന് റേറ്റ് എത്ര ചോദിക്കുന്നത്? ഇത് 3.4, 3.25. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വേറെ കാര്യമായിട്ട് അപാകതകൾ കാര്യത്തിട്ടൊന്നുമില്ല. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടാവും? ഇല്ല, നിലവിൽ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. 3.4 ഫുൾ ലോൺ 2018 കിഡ് ഓട്ടോമാറ്റിക്. ഇതിനുമുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. IMT ട്രാൻസ്മിഷൻ. IMT വരുന്നത് 1 ലിറ്റർ ടർബോ എഞ്ചിൻ. 1 ലിറ്റർ ടർബോ ആണ്. ഇത് പുതിയ വണ്ടിക്ക് ശരിക്കും എത്ര റേറ്റ് വരുന്നുണ്ടാവും? 10 സംതിങ് വരുന്നുണ്ട്. 11 ഉണ്ടോ? 10.90 എന്തോ ഓൺ റോഡ് വരുന്നുണ്ട്. ഓക്കെ. ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? ഇത് 2021 മോഡല്. സിംഗിൾ ഓൺഷിപ്പ് 37,000 കിലോമീറ്റർ ഓടി വണ്ടിയാ. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. ഡുവൽ ടോൺ ഒന്നുമില്ല, ക്ലീൻ ഡുവൽ ടോൺ കമ്പനി വരുന്നതാണോ? കമ്പനി ഡുവൽ ടോൺ ആണ്. ടർബോ 1 ലിറ്റർ. ഏറ്റവും പുതിയ ഷേപ്പിൽ വരുന്ന i20 വരുന്നുണ്ടല്ലേ? 8S മോഡല്. ഓക്കെ. പിന്നെ ഫാൻസി നമ്പർ കാര്യങ്ങളാണ്. 2020 എന്നുള്ള i20ന്റെ ഫാൻസി നമ്പർ. റേറ്റ് എത്ര വരുന്നത്? ഇത് നമുക്ക് 7.75. 7.75. മുന്നേ 8ന് പുറത്ത് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഓഫറിൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാം, കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. 7.5 എത്തും. നമുക്ക് നോക്കി നോക്കാം, നമുക്ക് സംസാരിച്ച് നോക്കാം. ചെയ്തുതരാൻ പറ്റും, നമ്മൾ ചെയ്തുതരാം എന്തായാലും. ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. IMT ട്രാൻസ്മിഷൻ ഓഫ് ആവൂല, ധൈര്യത്തിൽ കൊണ്ടിറക്കാം. എന്താ പ്രശ്നം? ഓഫ് ആവാൻ വേണ്ടി വണ്ടിക്ക് ക്ലച്ച് ഇല്ല. എല്ലാവർക്കും പേടിയുള്ള സംഭവമാണ്. ബ്ലോക്കിലൊക്കെ ചവിട്ടണ്ട. അതാണ്. ലോൺ ഏകദേശം എത്ര കിട്ടുന്നുണ്ടാവും? മാക്സിമം ലോൺ ഫുൾ ലോണിന് ചെയ്ത് കൊടുക്കാം. 17 മോഡല് അൾട്ടൈറ്റഡ് LXi. LXi എന്ന് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ, പവർ വിൻഡോസ്. കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും? 70,000. 800 cc എഞ്ചിനാണ്. 800 cc. 18-20 റേഞ്ചിൽ മൈലേജ്. ഡ്രൈവിംഗ് കണ്ടീഷനൊക്കെ പോലെ 22 അതിന് മുകളിലോട്ട് യൂസർ റിവ്യൂസ് കാണാറുണ്ട്. അത്യാവശ്യം നീറ്റായിട്ട് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കാര്യമായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റ് ഉള്ള ഒരു വണ്ടി ട്രൂ വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? 2.45. 2.45 ഫൈനൽ അല്ലല്ലോ? 2017 അല്ലല്ല, നമുക്ക് കുറച്ച് കൊടുക്കാം. ലോണ് 2.4 മുകളിൽ കിട്ടുമോ? ഒരു 10-20 ഉറുപ്പിക അടച്ചാൽ വണ്ടി ആയിട്ട് പോവാം. അപ്പോൾ 2.45 തന്നെ ആവില്ലേ? 2.20. അപ്പോൾ കുറയൂലേ? റേറ്റ് കുറയൂലേ? നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര ഉണ്ടാവും? സെക്കൻഡ് ഓണറാ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നല്ല വണ്ടിയാണോ? നല്ല വണ്ടിയാണ്. 2015 സ്വിഫ്റ്റ് VXi. സ്വിഫ്റ്റ് അല്ല, റിറ്റ്സ്. അല്ല, സോറി, റിറ്റ്സ് 2015 ന്യൂ ഷേപ്പാണ്. VVT 1.2 ലിറ്റർ മാരുതിൻ്റെ എഞ്ചിൻ. ഈ ഷേപ്പിൽ കൂടുതൽ മൈലേജ് കിട്ടുന്ന ആൾക്കാർ യൂസർ റിവ്യൂവിൽ പറയുന്നതാണ്. ഡീറ്റെയിൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ VSI മിഡിൽ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർ. കമ്പനി ഹിസ്റ്ററുള്ള വണ്ടിയാണോ? ഓ, ഹിസ്റ്ററുള്ള വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയത്തില്ല. കിലോമീറ്റർ ഏകദേശം എത്ര ഉണ്ട്? 96,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. വർക്ക് ഇപ്പൊ നിലവിൽ വർക്കോ കാര്യങ്ങളൊന്നുമില്ല. ടയറും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറും കാര്യങ്ങളൊക്കെ. നമുക്ക് 17 ശേഷം വാറന്റി കിട്ടുന്നത്. 15 ആണ്. മാരുതി വാറന്റി കൊടുക്കുക 17 ശേഷമുള്ള വണ്ടിക്കാ. ലോണ് മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 3.55 കുറയും.
അടുത്തത് 2018 മോഡൽ സ്വിഫ്റ്റ് VXi. LXi VXi VXi എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. 2 എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പിന്നെ ബേസിക് ആയിട്ട് AC പോർഷൻ, ഫോർഡർ പവർ വിൻഡോസ്, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വാറന്റി ഉള്ള നല്ല വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? 80,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ്മെന്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വാറന്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ, 6 മാസം വാറന്റി കിട്ടുന്നുണ്ടാവും. എടുക്കുന്ന ആൾക്ക് വേറെ വർക്ക് ടെൻഷൻ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. 5.5 ലക്ഷം റേഞ്ചിൽ ആസ്കിംഗ് പ്രൈസ് ആണ്. ഓക്കെ, ഇനിയും കുറയും. മാക്സിമം ചെയ്ത് കൊടുക്കാം. ലോണൊക്കെ ഏകദേശം 5.5 ലോണ് കയറുന്നതല്ല, ഒരു 10-30-40 നമുക്ക് ഇറക്കി കൊടുക്കാം. ഓക്കെ, നമ്മള് കഴിഞ്ഞ മേളയിനകത്ത് ഇതേപോലെ തന്നെ ഒരു സ്വിഫ്റ്റ് ഉണ്ടായിരുന്നു. അതെന്തായി? കൊടുത്തല്ലോ, അപ്പൊ തന്നെ പോയിണ്ടോ? ഓ, 30 റുപ്യൊക്കെ ഡൗൺ പേയ്മെന്റ് ചാർജ് കൊണ്ടുപോയി മഞ്ചേരിന്നോ. ഓക്കെ, അത്യാവശ്യം നല്ല വണ്ടിയായിരുന്നു. നല്ല വണ്ടിയാ. അത് LXi ആണ്, പക്ഷെ VXiലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്ത് അതിന്റെയും പുറത്ത് അപ്പം തന്നെ ബുക്കിംഗ് ആയി. നമ്മൾ വീഡിയോ ഇറങ്ങിയ അപ്പം തന്നെ കുറച്ചേരം കൊണ്ട് ബുക്കിംഗ് ആയിട്ടുണ്ടല്ലേ. ഇപ്പം അപ്പുറത്തൊരു സ്വിഫ്റ്റ് ഉണ്ട്, ഒരു വീഡിയോ ചെയ്യാനുള്ളത്. ടെസ്റ്റ് ഡ്രൈവ് പോയതാണ്. അത് കിട്ടൂലേ? വരും നോക്കാം. KL11 രജിസ്ട്രേഷൻ ആണ്. ഇത് പക്ക വണ്ടിയാണ്. പക്ക വണ്ടി. 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ്. അടുത്തത് 2016 മോഡൽ ബലീനോ. ഡെൽറ്റ, സിഗ്മ, ആൽഫ, ബീറ്റ, ഗാമ, സീറ്റ. ഡെൽറ്റ എന്നുള്ളത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. എല്ലാ വീൽസ് വരുന്നുണ്ടാവില്ല. എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അതില്. എക്സ്ട്രാ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, അതേ സമയത്ത് ഫീച്ചർ സൈഡിൽ എയർ ബാഗ് വരുന്നുണ്ടാവും, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും, പിന്നെ ബേസിക് ആയിട്ട് AC പോർഷനും ഫോർഡർ പവർ വിൻഡോസ്, ആംബ്രസ്റ്റ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് ഒരെണ്ണമാണ് വന്നിട്ടുള്ളത്. അല്ല, ഡ്യുവൽ എയർ ബാഗ്. അത് ഡെൽറ്റ അല്ലേ? ഡെൽറ്റയിൽ ഡ്യുവൽ വരും. 2 വരുന്നുണ്ട്. ഓ, ഓക്കെ. ബാക്ക് സ്പോയിലേഴ്സ്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും. ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ഇത് തന്നെ ഡെൽറ്റ തന്നെ വരുന്നുണ്ട്. പിന്നെ കൂടുതൽ വരുന്നത് സിഗ്മയിലാണ്. സിഗ്മയിലേക്ക് ഇപ്പം എലോയ്സ് ഓൾറെഡി സിഗ്മയിലല്ല, ഐ മീൻ സീറ്റയിലേക്ക് പറഞ്ഞ കുഴപ്പമില്ല. സീറ്റയിലേക്ക് എലോയ്സ് വരുന്നുണ്ട്. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇത് 480 കൊടുക്കാം. 480 2016 ഡെൽറ്റ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കാര്യത്തിൽ ബോണറ്റ് മാറിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റോ വേറെ ഒന്നുമല്ല. മരുന്നിന് വാറന്റി കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവോ? ഇല്ല, വാറന്റി ഉണ്ടാവില്ല. നമുക്ക് വാറന്റി ഡാമേജ് ഉള്ളതിനെ കൊണ്ടാണോ? അല്ല, നമുക്ക് 15 ശേഷമുള്ള വണ്ടിക്കാണ് വാറന്റി വരിക എന്നുള്ളതിനെ അതുകൊണ്ടാണ്. ഈ ബോണ്ട് മാറി നമുക്ക് വാറന്റിക്ക് അങ്ങനെ പ്രശ്നമോ കാര്യങ്ങളൊന്നും വരില്ല. അല്ല, സ്പെഷ്യൽ ഡാമേജ് ഉള്ളതിനെ കൊണ്ടാണ് വാറന്റി കൊടുക്കുന്നത്. വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ക വണ്ടിയാ. റേറ്റ് ഹിസ്റ്ററി ഉണ്ട്, പക്ക ഹിസ്റ്ററിയുള്ള വണ്ടിയാ. ഓക്കെ, ലോണ് ഫുൾ ലോൺ ചെയ്തെടുക്കാം. ഫുൾ ലോണില്. അടുത്തത് 2018 ഡീസൽ ഓട്ടോമാറ്റിക്. AMT ട്രാൻസ്മിഷൻ, DDIS. നമ്മളെ ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ, 20ന് മുകളിലൊക്കെ മൈലേജ് കിട്ടുന്ന എഞ്ചിനാണ്. ഡീസൽ AMTയിലേക്ക് വരുന്നേരം 18-20 ഡീസലായിട്ട് മൈലേജ് കിട്ടും. എയർ ബാഗ് 2 വരുന്നുണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ഒരുപാട് ഓടിയുണ്ടോ? ഡീസൽ 78,000 ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ജെന്യൂൻ കിലോമീറ്റർ വാറന്റി. കമ്പനി ഹിസ്റ്ററി, ബാഗ് ചെക്ക് ചെയ്യല്, അല്ലെങ്കിൽ റീപ്ലേസ്. കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പക്ക വണ്ടി. സിംഗിൾ ഓണർ. എടുക്കുന്ന എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ടോ? ഒരു വർക്കില്ല, ഫുൾ വർക്ക് കഴിഞ്ഞ് വെച്ച വണ്ടി. വാറന്റി ഗ്യാരണ്ടി എന്തെങ്കിലും? 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസും കൊടുക്കാം. 3 ഫ്രീ സർവീസ് എന്ന് പറയുന്നേരം 15,000 രൂപ ഒരു ഫ്രീ സർവീസിനായിട്ട് നമുക്ക് ബെനിഫിറ്റ്, ക്യാഷ് ബെനിഫിറ്റ് പോലെ തന്നെ കിട്ടുന്നുണ്ടാവും. പൈസ കൊടുക്കാത്തുള്ള ഫ്രീ സർവീസ് ആണ്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും എവിടുന്ന് ചെയ്യാട്ടോ, ഓൾ ഇന്ത്യ എവിടുന്ന് ചെയ്യാം. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കംപ്ലൈന്റ് തോന്നുകയാണെങ്കിൽ വാറന്റി കവേർഡ് ആയിട്ടുള്ള പാർട്സ്, ഗിയർ ബോക്സ്, വീൽ ബാരിംഗ്, ഷോക്ക് അബ്സർ, ഇതൊക്കെ വാറന്റിയിൽ വരുന്ന പാർട്സ് ആണ്. തീരുമാനം വരാത്തൊരു എല്ലാ പാർട്സും വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ സ്പെയർ നമുക്ക് ടോട്ടലി ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് കിട്ടുന്നുണ്ടാവും. പ്ലസ് 3 ഫ്രീ സർവീസും. അതാണ് ട്രൂ വാല്യൂൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. കിലോമീറ്റർ ഓടാത്ത 78,000 അത്രയും. ഓക്കെ, കുഴപ്പമില്ലാത്ത കിലോമീറ്ററാണ്. ആ വണ്ടി റേറ്റ് എത്ര ചോദിക്കുന്നത്? 710 കുറയും. 6.5-6.25 റേഞ്ചിൽ ലോണും കിട്ടും. ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ ഒരു 30,000 റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കാണുകയാണെങ്കിൽ നല്ല പ്രൊഫൈലൊക്കെ ധൈര്യത്തിൽ കൊടുക്കാം. വേറെ വർക്കൊന്നും ഇല്ലല്ലോ? വർക്കൊക്കെ കഴിഞ്ഞ് വെച്ച വണ്ടി. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? അത് ഓട്ടോമാറ്റിക്കാ. BS4 ആണ്. BS4 എന്ന് പറഞ്ഞാൽ ടാറ്റ നെക്സോൺ ഇറങ്ങിയ ഏറ്റവും മൈലേജും പെർഫോമൻസും പറയുന്ന കമ്പനി പറയുന്ന വണ്ടിയാണ്. 20 മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഡീസലിൽ 20 കിലോമീറ്റർ മൈലേജ്, 1.5 ലിറ്റർ റിവർ ടോർക്ക് എഞ്ചിൻ ആയിരിക്കും വരുന്നത്. വേരിയന്റ് ഏതാണ്? XM എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ടാവും. എന്നാലും 3 ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ടാവും. എയർ ബാഗ് ഉണ്ടാവും. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും.
ഒരു എല്ലാ ഫീച്ചേഴ്സും ലോഡ് ചെയ്ത വണ്ടിയാണ് വരുന്നതാണ്. AMT ആയിരിക്കും ഗിയർ ബോക്സ് വരുന്നത്. പക്ഷെ എന്നാലും 1.5 ലിറ്റർ റെവട്രോൺ എഞ്ചിൻ്റെ അകത്ത് അത്യാവശ്യം റെവട്ടോർക്ക് എഞ്ചിൻ്റെ അകത്ത് അത്യാവശ്യം പെർഫോമൻസ് AMT ഗിയർ ബോക്സിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നുണ്ടാവും. നാലിൽ എങ്ങനെയാലും 25 റേഞ്ചിലൊക്കെ കണ്ടുമുട്ടി മൈലേജ് 25, 27, 30 ഒക്കെ മീറ്റർ. 4 ടയറും ഉണ്ട്. 4 ടയറും ഉണ്ട്. ഓക്കെ. ഓണർഷിപ്പ് എത്രയാ, കിലോമീറ്റർ എത്ര, ഈ രണ്ട് കാര്യങ്ങളാണ് നെക്സോണിന്റെ കാര്യം മെയിൻ ആയിട്ട് അറിയേണ്ടത്. ഇത് സിംഗിൾ ഓണർ ആണ്. ഓക്കെ. ഓണർഷിപ്പ് പറഞ്ഞു. കിലോമീറ്റർ 70 സംതിങ്. 78 കിലോമീറ്റർ ആണ്. റേറ്റ് എത്ര വരുന്നത്? ഇത് നമുക്ക് 7.45. 7.45. സാധാരണ നമ്മൾ നെക്സോണിന്റെ അകത്ത് കാണാത്ത റേറ്റ് കുറവാണ്. റേറ്റ് അല്ല, മാനുവലിനെ അപേക്ഷിച്ച് റേറ്റ് കൂടുതലാണ്. സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക് അതിനോട് മാനുവൽ കാണുകയാണെങ്കിൽ നമ്മളൊരു 1 lakh കിലോമീറ്റർ റേഞ്ചിലൊക്കെയാണ് കാണാറുള്ളത്. 1.5 ലിറ്റർ 1.5 lakh കിലോമീറ്റർ. കാരണം 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി ആരും പെട്ടെന്ന് അങ്ങനെ വിടില്ല. അതാണ്. അല്ല, ഇത് നമുക്ക് മാക്സിമം 20 തന്നെ കിട്ടും. അതെ, കിട്ടും. ആ ഒരു BS4 നല്ല പെർഫോമൻസ് ഉള്ളതാണ് വണ്ടി. ഇപ്പോൾ നിലവിൽ എടുക്കുന്ന എന്തെങ്കിലും പെൻഡിങ് വർക്ക് ആയിട്ടൊന്നുമില്ല. ഓക്കെ, നല്ല വണ്ടിയാണ്. സിറ്റി, എക്കണോമി, സ്പോർട്സ് 3 മോഡ് അടക്കം വരുന്ന വണ്ടിയാണ്. എടുക്കുന്ന എന്തായാലും വാല്യൂ ഫോർ മണി ആണത്. 7.45. 20 മൈലേജ് കിട്ടിയാൽ തന്നെ വണ്ടി പക്കല്ലേ. അപ്പോൾ 100ഓളം വണ്ടികളുണ്ട്. 3 ദിവസത്തെ പ്രോഗ്രാം, 22, 23, 24. ഇന്ന് 22-ാം തീയതി തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെയുള്ള വണ്ടികൾ ഇപ്പോൾ ചാൻസ് റേറ്റുള്ള വണ്ടിക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല, അണക്കും പറ്റില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. നേരത്തെ നോക്കിയ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. ടെസ്റ്റ് വണ്ടി പോയാൽ പോക്ക് തന്നെയാ, വന്നില്ല. വരും. വന്ന വീഡിയോയിൽ കാണിക്കണം, അതൊരു ബുദ്ധിമുട്ടാണ്. ലോണ് കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്തിട്ട് എത്ര ദിവസം കൊണ്ടായിരിക്കും ഇവിടുന്ന് വണ്ടി റിലീസ് ചെയ്യാൻ വേണ്ടി? 3 to 4 വർക്കിംഗ് ഡേയ്സ് ആണ് പറയാ. പെട്ടെന്ന് പേപ്പേഴ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഫാസ്റ്റ് ആക്കി കൊടുക്കാം. അത്യാവശ്യം ബാങ്ക് ലോൺ തന്നെ കിട്ടുന്നുണ്ടോ? ഇൻട്രസ്റ്റ് 9, 8 ആ റേഞ്ചിലൊക്കെ. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 2014 ബാങ്ക് ലോണൊക്കെ വരുന്ന വണ്ടിക്കൊക്കെ. കുറച്ച് കൊടുക്കാം. അത് പ്രൊഫൈലൂടെ കണ്ടിട്ട് നമുക്ക് എന്താ വേണ്ട ചെയ്ത് കൊടുക്കാം. മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്നോ? ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ട്രൂ വാല്യൂൻ്റെ മേള തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. കാരണം ഇതിൻ്റെ ഓഫറിൻ്റെ ഇത് നിറച്ച ഓഫേഴ്സാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഓഫറൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ വരുമ്പോഴേക്കും 1-2 വണ്ടി ഇവിടുന്ന് അത്യാവശ്യം നല്ല റേറ്റ് ഗ്യാപ്പ് ഉള്ളത് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയണേ, ജസ്റ്റ് ഒന്ന് വിസിറ്റ് നോക്കുക. അത്യാവശ്യം വില ഗ്യാപ്പുള്ള വണ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ്, കമ്പനിയിൽ നിന്ന് സർവീസ് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ മെക്കാനിക്കിനെയൊക്കെ ഒന്ന് കാണിച്ച് വേറെ കാര്യങ്ങൾക്കുള്ള സപ്പോർട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കും. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ വണ്ടി പർച്ചേസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. വണ്ടി ഓവറോൾ ഫുള്ള് ചെക്ക് ചെയ്യുക. അതിനോട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആരും ബാക്കി ട്രൂ വാല്യൂൻ്റെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. വാറൻ്റി ഉള്ള വണ്ടി എടുക്കുന്ന നേരം കുറച്ചും കൂടെ സേഫ് ആണെന്നുള്ളത് ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നുണ്ട്. യൂസ്ഡ് വണ്ടികളാണ്. ഇത്രയ്ക്കാണ് നമ്മളെ വണ്ടികളുടെ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ അബി സൈനിങ് ഓഫ്.